ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആസ്റ്ററിലാണ്, എല്ലാവർക്കും അറിയാം ഞാൻ സ്റ്റാറ്റസ് കാണാൻ കിട്ടുണ്ടായി. അപ്പം ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വന്നേക്കാൻ, ഒരു ബേബി ഗേൾ. ചിരിപ്പിക്കണ ലച്ചുവിനെ ഓക്കെ അല്ലേ? ലച്ചുവിന് നോർമൽ ഡെലിവറി അല്ലായിരുന്നു, കുറച്ചൊരു എമർജൻസി ആയിട്ട് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറവുള്ളതുകൊണ്ട് ഇന്നൊരു ഡേ NICU അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. എല്ലാം അങ്ങനെ സ്മൂത്തായിട്ട് നടന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഞങ്ങൾ ചുമ്മാ ഒരു സ്കാനിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ തന്നെ പറഞ്ഞു ലാസ്റ്റ് സ്കാനിങ്ങിലൊരു വേരിയേഷൻ കാണിച്ചു. അപ്പോൾ പിന്നെ ഒരു റീസ്കാനിങ് ഉണ്ടായി. വന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞതിന് പറഞ്ഞു നേരെ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. പിന്നെ പടപടയെന്ന് കൊച്ചിനെ അങ്ങോട്ട് കിട്ടി. ഇവളെ കയറ്റുകയും ചെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെയും കൊണ്ടുപോയി. അവിടെ കണ്ടപ്പോൾ ഹാപ്പിയായി, നല്ല സന്തോഷമായി. എല്ലാവർക്കും കാണാൻ പറ്റിയില്ല, ഞാനും അളിയനും കുറച്ച് പേരെ കണ്ടുള്ളൂ. പിന്നെ NICUലായതുകൊണ്ട് ഫാദറിനും മദറിനും മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ വേറെ പുറത്തുനിന്ന് ആരും മീൻസ് ഫാമിലി മെമ്പേഴ്സ് ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാവരും അതിൻ്റെ വിഷമത്തിലാണ്. ഇപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഒന്ന് വ്ലോഗ് ചെയ്യണമെന്ന്. ഈ ശരിക്കും പറഞ്ഞാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു അഡ്മിറ്റ് ആവുന്ന ദിവസം മുതൽ Day 1 Day 2 അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായതാണ്. പിന്നെ അതേപോലെ തന്നെ ആ കൊച്ചിനെ ഏറ്റുവാങ്ങുന്ന വീഡിയോയും, പക്ഷേ ഇങ്ങനെ കുറച്ച് ചെറിയ കോംപ്ലിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വ്ലോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന ഇതിലായതുകൊണ്ടാണ് ഇന്ന് ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ എത്തിയത്. നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയണല്ലോ, നമ്മൾ എന്തായാലും ലൈഫ് സ്റ്റൈൽ വ്ലോഗ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓഡിയൻസിനോട് പറയണം. നാക്കുടക്കിയതാ. അപ്പോൾ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ എല്ലാവരും നല്ല റെസ്പോൺസ്. ഞാൻ ഇന്ന് രാവിലെയാണ് ഇൻസ്റ്റയിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു. 90-100 മേലെ മെസ്സേജ് ഇൻസ്റ്റയിലുണ്ട്. ഇനി വാട്സപ്പിൽ കൊടുക്കണം. വാട്സപ്പിലുണ്ടൊരു 100-100 ചില്ലാന മെസ്സേജ്. കൊടുക്കാനൊരു മടി, ഇരുന്ന് കൊടുക്കാനും മടിയാവണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കണേ. എല്ലാവർക്കും കൊടുത്താ? ഞാൻ ഇന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ എല്ലാവർക്കും കൊടുത്തു. ഇനി വാട്സപ്പിൽ കൊടുക്കണം. കസേരയിലിരുന്നു തുടങ്ങിയത് ഇവിടെ ആസ്ട്രേത് തന്നെ ഗിഫ്റ്റാണ് കേട്ടോ. ഇതും പിന്നെ കുട്ടിയുടേതും പിന്നൊരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവം. കൊച്ചിൻ്റെ ഫസ്റ്റ് ഫോട്ടോ, 1 വയസ്സിലെ ഫോട്ടോ, 2 വയസ്സിലെ ഫോട്ടോ, ഫസ്റ്റ് സ്കൂൾ, ഫസ്റ്റത്തെ എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉള്ളൊരു ചെറിയൊരു ബുക്ക്ലെറ്റ്. നല്ല രസമുണ്ട് കാണാൻ. അതൊക്കെ ഇനി വഴി ചെയ്യണം. ഇപ്പം എന്തായാലും ഓക്കെയാണ്. വേറെ ബാക്കി ഇഷ്ടം നമുക്ക് വഴിയെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ സമയം ഉച്ചയായി. ഇവിടെ ഞാനിക്ക് പ്രത്യേകിച്ച് പോകുന്നില്ല, കട്ട പോസ്റ്റാണ്. ലച്ചുള്ള ഫുഡ് ഇവിടെ വരും. ഫുഡ് കഴിക്കാനാണ്, ഇവിടെ തന്നെ ഫുഡാണ്. ബൈസ്റ്റാൻഡറൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ പുറത്തുപോയി കഴിക്കാൻ കരുതി. ഇവളുടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. കോംപ്ലിമെൻ്ററി ഒന്നുമല്ല, പക്ഷേ ബില്ലിൽ വരും അല്ലേ? ബില്ലിൽ വരും, കോംപ്ലിമെൻ്ററി ഒന്നുമല്ല. അപ്പം ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണോ? കുഴപ്പമില്ല, നല്ലത് പറയണം. നീ ഇവിടെ ജോലി തന്നെയാണ്. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫുഡ് വന്ന് ദോശയാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് പോകാം. ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഒരു റൂമിൻ്റെ പുറത്ത് ഒരു 3 ബലൂൺ വെച്ചു. ഇവിടുത്തെ ഒരു ബലൂൺ പോയി. ഇവിടെ ഗേൾ കിട്ടുന്നത്. ബാ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഫസ്റ്റ് കുറേ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ദൂരെ നല്ല വ്യൂ ആണ്. അതെ, എക്സ്പ്ലോറിങ് ആസ്റ്റർ മെഡ് സിറ്റി.
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് റൂമിലെത്തിയിട്ട് 3ാമത്തെ ദിവസമായി. എല്ലാ ദിവസവും ഈ സെയിം റൊട്ടീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ കൊച്ചി NICയിലെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ എനിക്ക് വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയാണ് കാണാൻ പറ്റുന്നത്. ലച്ചുവിന് 24 hours എപ്പോൾ തോന്നിയാലും കാണാം. അപ്പോൾ കാത്തിരിക്കുന്ന ടൈമാണ്. അപ്പോൾ 3:45 ഇപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടി പോകുന്നത്. നാളത്തോടെ ചിലപ്പോൾ കൊച്ചിനെ റൂമിലേക്ക് മാറ്റുമായിരിക്കും. ഇതൊക്കെ എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമായിരിക്കും ഈ വ്ളോഗ് സ്വസ്ഥമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യുന്നത്. പിന്നെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിന് വേണ്ടി ഇന്ന് ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ അതാണ് കേട്ടോ. ഇത് കൊടുക്കണമെന്ന്. ലച്ചു ഇപ്പോൾ ഡിസ്ചാർജായി. ബില്ലും കൂടി കിട്ടിയാൽ അത് പോകും. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിവിടെ കൊച്ചിനെ കണ്ട് തിരിച്ചെത്തി. അപ്പോൾ ആൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ? അതെ, ആൾ കുറച്ചുകൂടി നേരത്തേലും കുറച്ചുകൂടി ആക്റ്റീവായി, ഒരിത്തിരി വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. ഇതേപോലെ പോട്ടെ, ഓക്കെ ആയിട്ട് വരട്ടെ. നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നാണ് പ്ലാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇന്ന് 31 അല്ലേ? 31 ഇന്ന് 31 ആണ്. 4 ദിവസമായി. 4 28 30 31 4ാമത്തെ ദിവസമാണ് ഇന്നിവിടെ റൂമിൽ വന്നിട്ട്. 4ാമത്തെ ദിവസം, 4ാമത്തെ 3ാമത്തെയോ 29 വെളുപ്പിനായിട്ടാണ് എത്തിയത്. 12 മണി 11:45 ടൈമല്ലേ എത്തിയത്. അതല്ലാതെ അതുകൊണ്ട് പിന്നെ 1/4 മണിക്കൂറല്ലേ ഉള്ളൂ. 3 ദിവസമായി. ഇന്നത്തേക്ക് കൊണ്ടുവരാമെന്നവര് പറഞ്ഞു. പക്ഷെ നൈറ്റിലേക്ക് അവർ ഇറക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് നൈറ്റ് വന്ന് കൊണ്ടുവന്ന് നോക്കല് കുറച്ച്, ഞാനും അമ്മയും ചേട്ടായിയാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ. അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ, അവിടെ സേഫായിട്ട് നമ്മുടെ കുഞ്ഞ് ഓക്കെയാണ് അവരുടെ കയ്യിൽ. അപ്പോൾ പിന്നെ അവർ നോക്കിയിട്ട് നാളെ അവിടുത്തെ നേഴ്സുമാരുടെ ആ ഒരു സർവീസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം. നമ്മൾ നോർമൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരെ നോക്കണേക്കാളും പാടാന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇന്നെന്നല്ല, ഈ 2 ദിവസങ്ങളിൽ ഞങ്ങളല്ല ഇവിടെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ സ്വന്തം മക്കളെ പോലെ തന്നെ അത് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളൊന്നും അറിയണ്ട, നമുക്കൊരു ടെൻഷനും വേണ്ട. നമ്മൾ ഈ റൂമിൽ സ്വസ്ഥമായിട്ടിരിക്കുക. അവർ നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അത് എനിക്ക് നേരിട്ട് കണ്ടപ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ ഇവളോട് എടുത്തെടുത്ത് പറഞ്ഞു, ബാക്കി ഇവളുടെ ഡ്യൂട്ടി വരുമ്പോൾ പറയും, കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ആ ഡ്യൂട്ടിയെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത്രയും ഒരു ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അല്ലേ? നീ ചെയ്തിട്ടില്ല ഡ്യൂട്ടി? ആ ബെഡ് ഞാൻ അവിടെ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിൽ എനിക്കിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ചൊക്കെ വന്നു. ഞാൻ അങ്ങനെ NICയിൽ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഈ സെയിം ICUവിൽ ഞാൻ ഒരു പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത കുഞ്ഞിനെ ആ സെയിം ബെഡ്, ഞാൻ അന്ന് നോക്കിയ കുഞ്ഞിൻ്റെ സെയിം ബെഡ് തന്നെയാണ് ഇന്ന് ഇപ്പം എൻ്റെ കൊച്ചു കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ പിള്ളേർ, ചേച്ചി അന്ന് ഇവിടെ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കിയ പാലും എടുത്ത്, ഇന്നലെ എൻ്റെ കൈ തന്നിട്ട് എനിക്ക് കൈ വിറയ്ക്കും എൻ്റെ. അപ്പോൾ അത് ചോദിക്കുക, ആ സെയിം ബെഡിൽ ചേച്ചി കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് പറ്റി എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ആയപ്പോൾ നമുക്ക് വിറയ്ക്കാൻ തുടങ്ങി. കുട്ടികളെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഇത് എന്തായാലും ഇവിടെ നല്ല അവർ പിള്ളേർ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ അറിയാവുന്ന പേഷ്യൻ്റ് ആയതുകൊണ്ട് ഒന്നല്ല, അവരല്ലാതെ തന്നെ എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ അവിടെ അത്ര എഫേർട്ട് എടുത്ത് അവർ നോക്കുന്നുണ്ട് അവിടെ. പിന്നെ അതുമാത്രമല്ല, ഇവള് ശരിക്കും പറഞ്ഞാൽ നാളെ August 1 ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഡേറ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ലേറ്റാണ്. August 1 ലീവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ അന്ന് ലീവ് സ്റ്റാർട്ട് ചെയ്യും ഇരുന്ന്. പിന്നെ വണ്ടിക്ക് പോകുമ്പോഴുള്ള കാണുന്നു ലീവ് എടുക്കാത്തതുകൊണ്ട് തന്നെ ഇവള് ഹോസ്റ്റലിലായിരുന്നല്ലോ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ക്യാബ് ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവരും വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ക്യാബിൽ കണ്ടവർ പെട്ടെന്ന് അത്ഭുതം, ഈ ഡെലിവറി എന്നല്ലാതെ നിനക്ക് എന്ത് പറ്റിയെന്ന് എന്നാ ചോദിക്കണത്. അതാണ് ചോദിക്കുന്നത് എല്ലാവരും. പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ ചേച്ചിനെയല്ലേ 2 ദിവസത്തെ ക്യാബിൽ കണ്ടേ? അതെ, ചേച്ചിയുടെ തന്നെ ഡെലിവറി കഴിഞ്ഞു, പെട്ടെന്ന് തരുന്നതല്ല. പെട്ടെന്ന് നമുക്ക് തന്നെ ചെക്കപ്പ് വന്നതും അതുകൊണ്ടൊക്കെ കുഴപ്പമില്ല, ഓക്കെ ആയി. അത് അപ്പം തന്നെ ചെയ്യണം, എമർജൻസി ആയിട്ട്. അത് എന്താ പറയുക, നല്ലൊരു കാര്യമാണ്. അത് എല്ലാ ഒരു നിമിത്തം പോലെ അതിൽ പെട്ടെന്ന് മീൻസ് ഇപ്പം ആ സമയത്ത് നമ്മൾ
അത് മനസ്സിലായതുകൊണ്ട് കുറച്ചുകൂടി നന്നായി. ലീവ് എടുത്തതുകൊണ്ടും നന്നായി. ഇപ്പോൾ ആ ചെക്കപ്പിലും കൂടെ ഓക്കെയാണ്. പിന്നെ അടുത്ത ദിവസം മുതലാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അറിയില്ല, നമ്മൾ ഡെലിവറി ഡേറ്റ് വരെ കാത്തിരിക്കുമല്ലോ. ഒരു ഓഗസ്റ്റ് 25 എന്തോ ആയിരുന്നില്ലേ, ആ ഡേറ്റ് എപ്പോഴായിരുന്നു തന്നത്. അപ്പോൾ അതിൽ മനസ്സിലായതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായി. ഇപ്പോഴും ടെൻഷൻ ഉണ്ട്, കൊച്ചു അവിടെ ആയതുകൊണ്ട്. എന്നാലും നമ്മൾ ഡെയിലി പോയി കണ്ട് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കുമ്പോഴത്തേക്കും അതെ. എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ സൈഡിൽ നോക്കി, ഇവിടെ ഇവിടുത്തെ സ്റ്റാഫാണ്, ഞാൻ എൻ്റെ സൈഡിൽ നോക്കി പറയുമ്പോഴായാലും അത്യാവശ്യം നല്ല സർവീസ് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ സർവീസ് കിട്ടുന്നുണ്ട്. ഇവിടെ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ അത്യാവശ്യം സർവീസ് കിട്ടുന്നുണ്ട്. പിന്നെ അറിയാല്ലേ, കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഹോസ്പിറ്റൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പിന്നെ ഈ അടുത്ത് തന്നെ കിടക്കുന്ന ഒരുപാട് കുട്ടികളുടെ കഥയും കേൾക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര സങ്കടം തോന്നി. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം നമ്മൾ NICയുടെ വാതിക്കിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് അച്ഛനമ്മമാരും വേറെ ഉണ്ടല്ലോ. അപ്പോൾ അവരോട് ഇരുന്നിട്ട് അവരുടെ മക്കളുടെ കാര്യമൊക്കെ പറയും, ഇതാണ് ഇഷ്യൂ. അത് വല്ലാത്ത ഒരുപാട് പേരുടെ ഒരുപാട് സ്റ്റോറികളൊക്കെ ആയിട്ട് നമുക്ക് തന്നെ എന്തോലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിപ്പോകും. അതായത് ജീവനും മരണത്തിനിടക്ക് നിൽക്കുന്ന അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. അത് ഭയങ്കര അല്ലേ. അതെ, അത് കേൾക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണൻ കേൾക്കുമ്പോൾ കുറച്ചുകൂടി അതാവും. നമ്മളിങ്ങനെ കേട്ടതായത് കൊണ്ടിട്ട് ഞാൻ നമുക്ക് അധികം ഒരു ബോധം അതുകൊണ്ട് അതങ്ങനെ അധികം വരുമ്പോൾ അത് ഓക്കെ ആകും എന്ന് ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു. അത് ഓക്കെ ആവൂടി, ആ കൊച്ച് അപ്പുറം കിടക്കണ കൊച്ച് ഓക്കെ ആവും. ഞാൻ പറഞ്ഞ അതൊക്കെ ഓക്കെ ആകും, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടി പോയി നമ്മുടെ കൊച്ചിനെ കണ്ടു. അത് ചില സമയത്ത് ഉറങ്ങാനായിരിക്കും, കണ്ണുറക്കൂല, വിളിച്ചു ഉറക്കൂല. അപ്പം അടുത്ത് പോകുമ്പോഴത്തേക്കും ഇത് തൊട്ടപ്പുറത്തിന് കുട്ടിയുണ്ട്. അത് ഞങ്ങളുടെ കുട്ടിയുടെ ഒരു പകുതി, അതിനേക്കാളും പകുതിയുള്ളൂ. വളരെ ചെറിയ കുട്ടി. നമുക്കൊരു എൻ്റെ ഈ കൈപ്പത്തി എത്ര ഉണ്ടാവുള്ളൂ. ഞാൻ അതിന് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നെ എല്ലാം പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ ഇവർ നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒരേപോലെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടിയോ എങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെ ഒന്നുമില്ല, എല്ലാവരും നല്ല രീതിയിൽ നോക്കി പോകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പറയണേട്ടോ, അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കണമല്ല. പക്ഷേ നല്ല രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ. നീ സ്റ്റാഫ് ആയതുകൊണ്ട് പറഞ്ഞാൽ നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനെ പറ്റി പൊക്കി പറഞ്ഞു. ഞാൻ ഈ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. അത് ഞാൻ ഇന്ന് കുറച്ച് മനസ്സിലാക്കി. അപ്പം അതെ, ഇന്ന് ഇവളുടെ ഡിസ്ചാർജായി. നാളെ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൊണ്ടുവരണം കിടക്കട്ടെ എന്ന് പറഞ്ഞത്. കാരണം രാത്രിയാവും പറഞ്ഞു, മിഡ് നൈറ്റ് ഒക്കെ ആവും. അതുകൊണ്ട് വേണ്ട, മോർണിംഗ് ആവട്ടെ. അത് വേറൊന്നും കൊണ്ടല്ലോ. നമ്മൾ ഈ പ്രീമച്യൂർ ബേബീസിന് കൂടുതലും ഷുഗറിൻ്റെ ലെവല് കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ റൂമിൽ അതിനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് NICU തന്നെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൂടുമ്പോൾ റൂമിൽ നോക്കും അവർ. ഷുഗേഴ്സ് വന്നവർ നോക്കും, ഇവിടുത്തെ സിസ്റ്റേഴ്സ് വന്ന് പറ്റും. പക്ഷെ നൈറ്റിലേക്ക് നമുക്ക് എന്തോരം, നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ അവളെ നൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് നാളെ രാവിലത്തേക്ക് ഇറക്കിയാൽ മതി എന്ന്. അതല്ല ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസത്തെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം അവർക്ക്. എല്ലാം നോക്കണമല്ലോ. ഫ്രീ ടൈം ആയതുകൊണ്ടിട്ട് ഷുഗർ മാത്രമല്ല, അല്ലാതെ അവർക്ക് ഫ്ലൂയിഡ് പോകുന്നുണ്ട്. ഷുഗറിൻ്റെ ലെവൽ കൂട്ടിയും കുറഞ്ഞ അനുസരിച്ച് അവർ ഫ്ലൂയിഡും ഫീഡും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫീഡ് അവർ ഷുഗർ കുറയുമ്പോൾ അവർ ഫ്ലൂയിഡ് കൂട്ടുകയും ഫീഡ് കുറയ്ക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ ഹാർട്ട് റേറ്റും കാര്യങ്ങളും അവളുടെ വൈറ്റൽസും എല്ലാം കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു സെറ്റപ്പ് നമുക്ക് റൂമിലില്ല. അതാണ് ഉദ്ദേശിച്ചത്. അതല്ല, കുഞ്ഞ് അവിടെ സേഫ് കുറച്ചുകൂടി. അപ്പം നാളത്തേക്ക് ഇറക്കുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം എന്തായാലും ഓരോ ദിവസവും ചെറിയ പോർഷൻസ് വെച്ച് ഇങ്ങനെ എടുക്കണേ. പിന്നെ ഒരുപാട് കാര്യങ്ങളും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് വ്ലോഗ്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ, അത് വേറെ കാര്യം. പിന്നെ ഇന്നലെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. മിനിയാന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ
ബോറടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പോഴത്തെ ചായ കുടിച്ച് അത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കണമായിരുന്നു. ഇനി ഇപ്പോൾ ഞാൻ ലാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഇനി എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇവളുടെ മെറ്റേണിറ്റി ഷൂട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായി, ഒരു ചെറിയ റീല്. ഇനി അത് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആരും വരുന്നു. അപ്പൊ വഴിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ അടുത്ത ദിവസം ഇന്നത്തെ കൊച്ചിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. അതെ, ഓഗസ്റ്റ് 1 കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്യാനുണ്ടാ. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായി. ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിന് വന്ന ശേഷം റൂമിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിന് ശേഷം കൊച്ചി ഞങ്ങളുടെ കൂടെ വരാൻ പോണേ. ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് കൊച്ചിനെ രാവിലെ ഞാൻ പോയി കണ്ടു. പാലൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോഴേ എടുത്തിട്ട് പോരാന്ന് ചോദിച്ചു. പിന്നെ ഡോക്ടറുണ്ട് സംസാരിച്ചിട്ട് വരാലോ, ഡീറ്റെയിൽസ് ഫുൾ ചോദിക്കണമല്ലോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെല്ലാം. വരാൻ പോവാ. ഭയങ്കര എക്സൈറ്റ്മെന്റ്. എപ്പോഴും അവിടെ പോയി കുറച്ച് സമയം കാണുന്നല്ലേ ഉള്ളൂ. ഒരു നോക്കാം എന്താ എല്ലാവരുടെ പ്രാർത്ഥന. ഇത് എല്ലാം കഴിയുമ്പോൾ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷെ എല്ലാവരും പ്രാർത്ഥിക്കണം. പോവാം. ഇല്ല